നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ടെൽ അവീവിലെ ആശുപത്രി ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രയേൽ. വൈകാതെ ഖമനേയിയെ വധിക്കുമെന്ന ഭീഷണിയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സിന്റേത്. ടെൽ അവീവിലെ സൊറോക്ക മെഡിക്കൽ സെന്ററിലും ഇസ്രയേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. അതേസമയം നാളെ ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഇറാൻ അറിയിച്ചു. الوضع بتل أبيب طلع بيختفى عنا. يا الله لك ഇന്നലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത നാശമാണ് വിതച്ചത്. ഇതിനു പിന്നാലെയാണ് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകി ഇറാന്റെ മറുപടി. 20ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് ആശുപത്രിയിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മിസൈലുകൾ പതിച്ചു. മിസൈൽ ആക്രമണത്തിൽ തകർന്ന സോറോക്ക മെഡിക്കൽ സെന്ററിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് സോറോക്ക മെഡിക്കൽ സെന്റർ. രോഗികളും ആരോഗ്യ പ്രവർത്തകരുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നാലെ ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രയേൽ. ബങ്കറിലിരുന്ന് ആയത്തുള്ള ഖമനേയി ഭീരുക്കളെ പോലെ ആക്രമണം നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖമനേയിയെ ഇല്ലാതാക്കുക എന്നതും യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സിന്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുഗതാഗതം നിർത്തിവെച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കവും ഇറാൻ നടത്തുന്നു. നാളെ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ജനീവയിൽ ഇറാനുമായി ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. യുഎൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗവും നാളെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാനിലെ ഭരണമാറ്റം മാത്രമല്ല ലക്ഷ്യമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു. Regarding the ongoing situation in Iran, I know there has been a lot of speculation amongst all of you in the media regarding the president's decision-making and whether or not the United States will be directly involved. In light of that news, I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അൻവർ, ഈ വിഷയത്തിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ അത് പുതിയ വാർത്തയാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ കോട്ട് ചെയ്താണ് വൈറ്റ് ഹൌസിൽ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനമൊക്കെ നടത്തിയത്. അതിൽ കൃത്യമായി പറയുന്നു 2 ആഴ്ചക്കുള്ളിൽ ഇറാനെ ആക്രമിക്കും എന്ന് തീർത്തു പറയുകയാണോ അമേരിക്ക? എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? പ്രജിൻ, അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമോ ഇല്ലയോ എന്ന ചർച്ച കഴിഞ്ഞ 2-3 ദിവസമായി നടക്കുകയാണ്. വൈറ്റ് ഹൗസ് വക്താവ് കരോളിൻ ലിവിറ്റ് അത് കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരോട് അവർ പറയുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന കാര്യത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തത വരുത്താൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശം അവിടെ വായിക്കുന്നത്. ഇറാനുമായി ചർച്ചകൾ വരും ഭാവിയിൽ ഇറാനുമായി ചർച്ചകൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം ഞാനൊരു തീരുമാനം എടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മെസ്സേജ് ആ വാർത്താ സമ്മേളനത്തിൽ വൈറ്റ് ഹൗസ് വക്താവ് വായിക്കുകയാണ് ഉണ്ടായത്. അതായത് 2 ആഴ്ച കാലത്തേക്ക് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണോ ഈ 2 ആഴ്ചത്തെ സമയം എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇറാനുമായി അമേരിക്ക ചർച്ച നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യാം. അത് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, നാളെ ഇറാൻ ജനീവയിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാമെന്ന്, യൂറോപ്യൻ യൂണിയന്റെ മുൻകൈയിലെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ 2 ആഴ്ചത്തേക്ക് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സമയത്ത് നൽകുന്നുണ്ട്. പ്രജി, മുഹമ്മദ് അൻവറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്.
ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വിലയിരുത്തൽ. സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ US സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടിയുണ്ടായാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ രാഷ്ട്രീയവും സാമ്പത്തികവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US സൈനിക താവളങ്ങളുടെ സാന്നിധ്യവും ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവുമാണ് ഇതിന് പ്രധാന കാരണം. നിലവിൽ US സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളാണ് ഖത്തറും ബഹ്റൈനും സൗദിയും കുവൈത്തും UAEയും. ഇവയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക വ്യോമതാവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്. US എയർഫോഴ്സ് സെൻട്രൽ കമാൻഡിൻ്റെ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത്. മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിലെ NSA നാവിക താവളമാണ് USൻ്റെ മറ്റൊരു സൈനിക കേന്ദ്രം. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ പ്രവർത്തിക്കുന്ന US സൈനിക താവളം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള പ്രത്യേക കേന്ദ്രമാണ്. ഇവിടെ ആസ്ഥാനമാക്കിയാണ് 2 ഗൾഫ് യുദ്ധങ്ങളിലും US സേന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. കുവൈത്തിൽ ആരിഫ് ജാൻ, അലി സാലിം എയർബേസ് എന്നീ 2 US സൈനിക താവളങ്ങളാണ് ഉള്ളത്. ഇവയിൽ മേഖലയിലെ ഏറ്റവും വലിയ US സൈനിക ചരക്ക് നീക്ക കേന്ദ്രമാണ് ആരിഫ് ജാൻ ക്യാമ്പ്. അലി സാലിം എയർബേസ് കേന്ദ്രീകരിച്ചാണ് മേഖലയിലെ US വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. UAEയിലെ അൽ ദഫ്ര എയർബേസാണ് ഗൾഫിലെ മറ്റൊരു US സൈനിക താവളം. US എയർക്രാഫ്റ്റുകളുടെ നിരീക്ഷണം, ഇന്ധനം നിറയ്ക്കൽ എന്നീ ആവശ്യങ്ങൾക്കാണ് ഈ താവളം പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്ക കൂടി പങ്കുചേരുന്ന സാഹചര്യമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഈ സൈനിക കേന്ദ്രങ്ങളെയാകും ഇറാൻ ലക്ഷ്യമാക്കുക. കുവൈത്ത്, UAE ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാഷ്ട്രങ്ങളുടെയും തൊട്ടുചേർന്നാണ് ഇറാനിലെ ബുഷാരി ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനുമായി അതിർത്തി പങ്കിടുകയും തൊട്ടുചേർന്ന് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളെയാകും നേരിട്ട് ബാധിക്കുക. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമുസ് ചരക്കുപാത ഇറാൻ അടച്ചുപൂട്ടുന്നതിനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നിൽ കാണുന്നുണ്ട്. ഇത് എണ്ണവില കുതിച്ചുയരുവാനും മേഖലയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുവാനും കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ഓപ്പറേഷൻ സിന്ധു ഇസ്രയേലിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങി വിദേശകാര്യ മന്ത്രാലയം. ഇസ്രയേൽ വിടാൻ താൽപ്പര്യമുള്ള ഇന്ത്യക്കാരെ കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനിലെ സംഘർഷബാധിത മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുമായി ഇൻഡിഗോ വിമാനം ഡൽഹിയിലെത്തി. സുരക്ഷിതമായി നാട്ടിലെത്താൻ സഹായിച്ചതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞു. ഇറാന് പിന്നാലെ ഒഴിപ്പിക്കൽ ദൗത്യം ഇസ്രയേലിലേക്കും വ്യാപിപ്പിച്ച് ഇന്ത്യ. ആദ്യപടിയായി ഇസ്രയേൽ വിടാൻ ആഗ്രഹിക്കുന്നവർ ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി നൽകിയ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യണം. ഇവരെ കരമാർഗമോ വ്യോമമാർഗമോ നാട്ടിലെത്തിക്കും. ഇന്ത്യൻ എംബസിയുടെ ഏകോപനത്തിലായിരിക്കും നടപടി. ജോർദാൻ, ഈജിപ്ത് രാജ്യങ്ങളെത്തിച്ച ശേഷമാകും മടക്കിക്കൊണ്ടുവരിക. ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് ക്വാമ നഗരത്തിലേക്ക് മാറ്റിയ 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയും തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഇവരെ മഷ്ഹദിലെത്തിച്ചു. തുർക്കമെനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ആലോചന. അതിനിടെ ഇറാനിൽ നിന്നുള്ള ആദ്യ ബാച്ച് വിദ്യാർത്ഥി സംഘം ഇന്ത്യയിലെത്തി. അർമേനിയയുടെ തലസ്ഥാനമായ എറേവാനിൽ നിന്നാണ് 110 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇൻഡിഗോ വിമാനം എത്തിയത്. आई एम सो थैंकफुल टू एम्बेसी एंड इंडियन गवर्नमेंट जैसे उन्होंने हमें इवैक्यूएट किया और जो भी एम्बेसडर हमारे साथ थे बहुत ही अच्छे थे और मैं उनका थैंकफुल हूँ. फ्यूचर का तो मुझे अभी पता नहीं है. फ्यूचर का वट एवर विल बी तो उसका मुझे तो नहीं पता है फ्यूचर में क्या होगा. इंडियन एम्बेसी ने बहुत हेल्पफुल थे. दे प्रोवाइड एवरीथिंग. दे प्रोवाइड फूड, दे प्रोवाइड अकोमोडेशन. 110 പേരിൽ 90 പേരും ജമ്മു കശ്മീർ സ്വദേശികളാണ്. 20 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും. ആദ്യ സംഘത്തിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല. ടെഹ്റാനിൽ നിന്നും 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന. 24, ഡൽഹി. UAEയിൽ വേനൽക്കാലം ഈ മാസം 21 ആരംഭിക്കുമെന്ന് അധികൃതർ. ഓഗസ്റ്റ് ആദ്യ പകുതി വരെ താപനില ഇനിയും ഉയർന്നു തന്നെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്നലെയും UAEയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നു.
അലൈനിലാണ് വീണ്ടും 50 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തിയത്. ഉൾപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ചൂട് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. രാത്രി സമയത്ത് പലയിടങ്ങളിലും മൂടൽമഞ്ഞ് നിറഞ്ഞ അവസ്ഥയാണ്. നാളെയും രാത്രി മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നാണ് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതേസമയം ജ്യോതിശാസ്ത്രപരമായ വേനൽക്കാലം ഈ മാസം 21-ന് ആരംഭിക്കുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ താപനില വീണ്ടും ഉയരുമെന്നാണ് കരുതുന്നത്. പകൽ സമയത്ത് ശരാശരി 41 ഡിഗ്രി സെൽഷ്യസ് മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രിയിൽ 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്തും. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ആവശ്യമായ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വെയിലേറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ യഥാസമയം ചികിത്സ തേടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വർഷം മെയ് മാസത്തിലായിരുന്നു UAEയിൽ 22 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. 24 ദുബായ്. സേവനങ്ങളിൽ മികച്ച ജനപിന്തുണ ലഭിച്ച് ഷാർജ പോലീസ്. കഴിഞ്ഞ വർഷം 97.8% ഉപയോക്തൃ സന്തോഷ നിരക്ക് കൈവരിച്ചതായി ഷാർജ പോലീസ് അധികൃതർ അറിയിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം സേനയുടെ ഡിജിറ്റൽ സേവനങ്ങളുടെ ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. ഗതാഗത, ക്രിമിനൽ, സാമൂഹിക സേവനങ്ങളിൽ കഴിഞ്ഞ വർഷം ഷാർജ പോലീസ് മികച്ച ജനപിന്തുണ നേടിയതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 97.8% കഴിഞ്ഞ വർഷം കൈവരിച്ച ഉപഭോക്തൃ സന്തോഷ നിരക്ക്. നൂതന സേവന സംവിധാനങ്ങളിലൂടെയും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയും ജീവിത നിലവാരം ഉയർത്താനും സന്തോഷം ഉറപ്പാക്കാനുള്ള പോലീസിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് നേട്ടമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്ന് സ്ട്രാറ്റജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് മേധാവി കേണൽ ഡോക്ടർ സമി ഖാമിസൽ ഹില്യാൻ പറഞ്ഞു. ഡിജിറ്റൽ സേവനങ്ങളുടെ ഉപയോഗത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഡിജിറ്റൽ സേവനങ്ങളുടെ ഉപയോഗം 12.69% വർദ്ധിച്ചു. എല്ലാ സേവനങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റിയതിനാലും 24 മണിക്കൂറും സ്മാർട്ട് സുരക്ഷാ സംവിധാനം ലഭ്യമാക്കിയതിലുമുള്ള മുന്നേറ്റമാണ് ഇതെന്ന് പോലീസ് വ്യക്തമാക്കി. അതോടൊപ്പം കാത്തിരിപ്പ് സമയം 33 സെക്കൻഡിൽ താഴെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഗുരുവായൂർ പ്രീമിയർ ലീഗ് സീസൺ 1 വേദിയായി UAE 9 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിൽ ഇൻവോടെക്സ് ഡിഫൻസ് ഇരിങ്ങാപ്പുറത്തെ നേരിട്ടു. ഇതിൽ ഇൻവോടെക്സ് ജേതാക്കളായി. ഇൻവോടെക്സിലെ സഹിലാണ് മാൻ ഓഫ് ദ മാച്ച്. കുവൈറ്റിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന കാസർഗോഡ് സ്വദേശി നിഖില പ്രഭാകരൻ അന്തരിച്ചു. 36 വയസ്സായിരുന്നു. വൃക്ക രോഗത്തെ തുടർന്ന് അദാൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നീലേശ്വരം സ്വദേശിയായ നിഖിലയുടെ മരണമുണ്ടായത്. മൃതദേഹം നാളെ രാവിലെ 8 മുതൽ 8:30 വരെ സഭാ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകും. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ കുവൈറ്റ് അറിയിച്ചു. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. 10ാം പരീക്ഷണ വിക്ഷേപണത്തിന് തയ്യാറെടുക്കവെയാണ് പൊട്ടിത്തെറിച്ചത്. സ്പേസ് എക്സിന്റെ ബഹിരാകാശ ഗവേഷണ പരീക്ഷണ ആസ്ഥാനമായ സ്റ്റാർ ബേസിലാണ് അപകടമുണ്ടായത്. വൻ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചലച്ചിത്ര പ്രവർത്തകൻ നിഖിൽ രഞ്ജി പണിക്കരുടെ ലെറ്റ് ഇറ്റ് ബി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. രചയിതാവിന്റെ പിതാവും ചലച്ചിത്ര താരവുമായ രഞ്ജി പണിക്കർ പ്രകാശനം നിർവഹിച്ച ചടങ്ങിൽ സംവിധായകൻ ഷാജി കൈലാസ് മുഖ്യ അതിഥിയായി. വായനാ ദിനത്തിൽ 5 പുസ്തകങ്ങൾ അവതരിപ്പിച്ച് മാൻകൈൻഡ് ലിറ്ററേച്ചർ. നിഖിൽ രഞ്ജി പണിക്കരുടെ ലെറ്റ് ഇറ്റ് ബി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം രഞ്ജി പണിക്കർ നിർവഹിച്ചു. മേഘ ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. സംവിധായകരായ ഷാജി കൈലാസ്, നിതിൻ രഞ്ജി പണിക്കർ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അരവിന്ദ് വി, ചലച്ചിത്ര താരം ആനി, സി സിന്ധു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരുടെയും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കപ്പെടട്ടെ, എല്ലാവർക്കും നല്ല അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അഖിലേഷ് പരമേശ്വർ രചിച്ച 18ാം പട്ട, വിജയ് രചിച്ച മിഷൻ മായങ്ക്, ഹൃത്തിക് പനക്കലിന്റെ നന്ദനമൃത്യു, ധനീഷ് അനന്തന്റെ ചെന്നായ വേട്ട എന്നീ പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രകാശനം ചെയ്യപ്പെട്ട 5 പുസ്തകങ്ങൾ അച്ചടിക്കുവാനുള്ള സാഹസവും ആവേശവും ഉത്സാഹവും ഒക്കെ കൂട്ടിയാണ്. മാൻകൈൻഡ് സായൂജ് സദസ്സിന് കൃതജ്ഞത രേഖപ്പെടുത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. മറ്റു വാർത്തകളിലേക്ക്. നിലമ്പൂർ വിധി എഴുതി. കനത്ത മഴയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 74.35% പേർ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടേഴ്സിന്റെ നീണ്ട നിരയുണ്ടായിരുന്നു. കടുത്ത രാഷ്ട്രീയ പോരിന്റെ വീറും വാശിയും നിലമ്പൂരിലെ വോട്ടേഴ്സ് ഏറ്റെടുത്തുവെന്നാണ് മികച്ച പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികൾ കണക്കുകൂട്ടലിലാണ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പരിസമാപ്തി. ഇനി ജൂൺ 23 വരെ കാത്തിരിപ്പ്. വോട്ടെണ്ണുമ്പോൾ ആര് വാഴും ആര് വീഴും. പ്രചാരണത്തിൽ കണ്ട ആവേശം ബൂത്തുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൽ നിർണായകമായി. പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ നീണ്ട നിര. മഴയുണ്ടേ, ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് കുടുങ്ങി. പാർട്ടിക്കാർ ജയിക്കട്ടെ. മുടക്കരുത് എന്നൊരു മോഹമുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്നു. വൈറ്റിട്ടല്ല, തീരെ 2 കാലിന് ഉറക്കെട്ടിട്ടാ പോരുന്നേ. 59 ബൂത്തുകൾ അധികം സജ്ജീകരിച്ചത് വോട്ടിംഗിന് വലിയ തോതിൽ ഗുണമായി. ഗുരുതരമായ യന്ത്ര തകരാറുകൾ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. 4 ബൂത്തുകളിലെ സാങ്കേതിക തകരാറുകൾ വേഗത്തിൽ പരിഹരിച്ചു. വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന UDF പ്രവർത്തകരുടെ പരാതിയിൽ ചുങ്കത്തറ കുറുമ്പലങ്ങോട് 2 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറിയില്ലെന്നായിരുന്നു ഇടതുപക്ഷ വിശദീകരണം. മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ചർച്ച മുന്നണികളിൽ സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പെരുമഴ പോലെ നിറഞ്ഞു കനത്ത 25 ദിവസത്തെ പ്രചാരണം. സംസ്ഥാനത്തെ മന്ത്രിസഭയും പ്രതിപക്ഷവും അടക്കം ഒന്നടങ്കം രാഷ്ട്രീയ നേതാക്കൾ നിലമ്പൂരിൽ. ഒടുവിൽ ഇതാ മണ്ഡലം വിധി എഴുതിയിരിക്കുന്നു. ഇനി തിങ്കളാഴ്ചത്തെ വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പ്. ടീം 24 നിലമ്പൂർ. വോട്ടെടുപ്പ് അവസാനിച്ചതോടെ നിലമ്പൂരിൽ വിജയപ്രതീക്ഷ പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് ശതമാനം ഉയർന്നത് നന്നായെന്നും വിജയം ഉറപ്പെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. വോട്ടുകൾ അരിച്ചുപെറുക്കി പെട്ടിയിലാക്കിയെന്നും ഇതിനോടകം വിജയം ഉറപ്പിച്ചുവെന്നുമാണ് UDF സ്ഥാനാർത്ഥി ഐരടൻ ഷൌക്കത്തിന്റെ പ്രതികരണം. പോളിംഗ് ശതമാനം കൂടിയത് തനിക്ക് അനുകൂലമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞു. ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാനായെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു. മികച്ച സ്വീകാര്യതയും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോഴും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മികച്ച വിജയം LDF നേടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ LDF പ്രവർത്തകർക്കുമുള്ളത്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. എല്ലാ UDFന് ജീവിച്ചിരിക്കുന്ന വോട്ടുകൾ അരിച്ച് പെറുക്കി കൊടുത്തിരിക്കുക. അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്, ഒരു കാലത്തുമില്ലാത്ത പോലെ. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യും എന്ന് മാത്രമല്ല, ഒരു ചരിത്ര ഭൂരിപക്ഷം UDF ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ അടിവരയിട്ട് ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിന്റെ ധാരണ തിരുത്തുന്ന ഒരു പോളിംഗ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. തോൽവി എന്ന് പറയുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തോൽക്കുകയാണ്. മലയോര മേഖലയിലെ അവഗസിതം ഞങ്ങൾ ചർച്ച ചെയ്തു, വികസനമില്ലായ്മ ഞങ്ങൾ ചർച്ച ചെയ്തു, വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അതിനൊക്കെ അനുകൂലമായി ഒരു വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബം നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഹൈസ്കൂളിലെ ബൂത്തിലെത്തിയാണ് ഭാര്യ സ്മിതയും മകൾ നന്ദനയും വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മരിക്കുന്നതുവരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരും പ്രതികരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശ് തോൽക്കാൻ കാരണം ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഐരടൻ ഷൌക്കത്താണെന്ന ആരോപണം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന തലക്കെട്ടിൽ മകൾ നന്ദന ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. കുടുംബത്തിന് ഐരടൻ ഷൌക്കത്തിനോട് എതിർപ്പുണ്ടെന്ന തരത്തിൽ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചു. 25 ദിവസം നീണ്ട പ്രചാരണത്തിൽ ഒരിക്കൽ പോലും ഷൌക്കത്ത് കുടുംബത്തെ കണ്ടില്ല. പ്രതികരണങ്ങളിൽ നിന്ന് ഇന്നും ഐരടൻ ഷൌക്കത്ത് ഒഴിഞ്ഞുമാറി. LDF പലതും പറഞ്ഞു, അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി LDF പല കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും ഇവിടെ ചെലവായിട്ടില്ല, ഒന്നും ചെലവാകുന്ന പ്രശ്നവുമില്ല. ഇത് UDF ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ നിശബ്ദ പ്രചാരണ ദിവസം LDF സ്ഥാനാർത്ഥി M സ്വരാജ് VV പ്രകാശിന്റെ ഭാര്യയെയും മക്കളെയും സന്ദർശിച്ചു. ഇതോടെ കുടുംബം LDFനോട് ചേർന്നു നിൽക്കുമോ എന്നതും ചർച്ചയായി. ഇന്നും നന്ദന ഫേസ്ബുക്കിൽ അച്ഛന്റെ ഓർമ്മകൾ പ്രതിപാദിച്ചുള്ള വൈകാരിക പോസ്റ്റിട്ടു. ഇതിന് പിന്നാലെ കുടുംബം കണ്ണൂരിലേക്ക് മടങ്ങിയതോടെ വോട്ട് ചെയ്യാൻ എത്തില്ലെന്ന വാർത്ത പരന്നു. LDF ഇത് ഐരടൻ ഷൌക്കത്തിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി തയ്യാറായില്ല. ഇതിനിടയിലാണ് 4 മണിയോടുകൂടി VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തിയത്.
ആര്യടൻ ഷൗക്കത്ത് വീട് സന്ദർശിക്കാത്തതിൽ ആരോടും പരാതിയില്ലെന്ന് പ്രതികരണം. വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. ഭരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയാണ് VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തിയത്. പ്രതിഷേധമല്ല, മറിച്ച് ധൈര്യത്തിന് നിറമാണെന്നാണ് പ്രതികരണം. ഭിന്നതയുണ്ടെന്ന പ്രചരണം അവസാനിപ്പിച്ച് UDFന്റെ മുഖം കൂടി രക്ഷിച്ചിരിക്കുകയാണ് ഇവർ. 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. തന്നെ മിസ് കോൾ അടിച്ചു പോലും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് ശശി തരൂർ തുറന്നടിച്ചു. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ലെന്നായിരുന്നു തരൂരിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖ അതിനിടെ പുറത്തുവന്നു. നിലമ്പൂരിൽ വോട്ടെടുപ്പ് സമയം പകുതി പിന്നിട്ടപ്പോഴാണ് അതൃപ്തി പരസ്യമാക്കിയുള്ള ശശി തരൂരിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നുവെന്ന ധ്വനിയുള്ളതായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്തവിടെ അത്ര പോകാറുള്ളൂ. ജൂൺ 2 കോൺഗ്രസ് ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖ പ്രകാരം 40 താരപ്രചാരകരിൽ തരൂരുമുണ്ട്. 8ാമനായാണ് പേര് ചേർത്തിരിക്കുന്നത്. അതിനാൽ തരൂരിനെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന വാദം നിലനിൽക്കില്ല. അപ്പോഴും എന്തുകൊണ്ട് തരൂരിനെ ക്ഷണിച്ചില്ലെന്ന ചോദ്യം നിലനിൽക്കുന്നു. തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്ന പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA-മാർക്കും MP-മാർക്കുമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രതികരണത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് കോൺഗ്രസിന് ആശ്വാസമായി. 24 തിരുവനന്തപുരം. RSS ബന്ധത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് CPIM വാക്പോര്. മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. രാജ്യസഭാംഗത്വം രാജിവെച്ച് BJPക്ക് സീറ്റ് ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ ആവശ്യമില്ലെന്നാണ് KC വേണുഗോപാലിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ തിരിച്ചടി. RSS ബന്ധത്തിന്റെ വിഷയത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട MV ഗോവിന്ദനെ വിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. CPM ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി 1977 ജനതാ പിന്തുണയോടെ കൂത്തുപറമ്പിൽ മത്സരിച്ച് തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞു, ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമല്ല CPM RSSുമായി സഹകരിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. KC വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നും റിയാസ് FB കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി വീണ്ടും ഗവർണർ സർക്കാർ പോര്. ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ചടങ്ങ് ബഹിഷ്കരിച്ചു. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെയും ഓഫീസിനെയും അപമാനിച്ചെന്നും രാജ്ഭവൻ കുറ്റപ്പെടുത്തി. മുൻകൂട്ടി നിശ്ചയിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിന്റെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന ഉണ്ടായിരുന്നില്ല. എന്നാൽ മന്ത്രി V. ശിവൻകുട്ടി രാജ്ഭവനിലെത്തിയപ്പോൾ ഗവർണർ വിവാദ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ഇതോടെ മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്നും മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിലല്ലെന്നും വേദിയിൽ മന്ത്രി V. ശിവൻകുട്ടി. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുകയാണ്. രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാകുന്നുവെന്ന് മന്ത്രി V. ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. താൻ തനി ഒരു RSകാരനാണ്
എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ RSSകാരനാണെങ്കിൽ RSSകാരനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഗവർണറായാൽ മാത്രമേ ഗവർണറാകാൻ എന്തൊക്കെ മാർഗം വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന പറയുന്നുണ്ട്. ആ നിലയിൽ ഗവർണറായാലേ അദ്ദേഹത്തിന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വിവാദത്തിൽ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് രാജ്ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും കുറ്റപ്പെടുത്തൽ. പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് ഗവർണറെ അറിയിച്ചില്ല. മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കം. ഭാരതാംബയുടെ ചിത്രം അറിയില്ലെന്നാണ് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. മന്ത്രിയുടെയും ഗവർണറുടെയും കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനായി എത്തിയ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു മന്ത്രിയുടെ പ്രവൃത്തി. ഇത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതാണ്. മന്ത്രിയുടെ പെരുമാറ്റത്തെ തികഞ്ഞ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും രാജ്ഭവൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. 24 തിരുവനന്തപുരം. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ മന്ത്രിമാരുടെ പ്രതിഷേധം. വിവാദം തുടരുന്നത് സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഭരണഘടനാ സ്ഥാപനത്തിൽ ഇന്ത്യക്കെതിരില്ലാത്ത ഏത് ചിത്രവും വയ്ക്കാം എന്നാണ് BJP വാദം. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. സർക്കാർ സ്വീകരിച്ച നിലപാട് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പുരസ്കാരദാന ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നതോടെ വീണ്ടും വിവാദം തലപൊക്കുകയാണ്. സർക്കാർ മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് വിവാദം ആവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. അന്ന് ഗവൺമെന്റ് പറയണ്ടേ, രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ ഹെഡ് താമസിക്കുന്ന സ്ഥലമാണ്, ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് ശക്തമായി സംസ്ഥാന ഗവൺമെന്റ് പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനിൽ. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. എന്നാൽ ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവന് പിന്നിൽ അണിനിരക്കുകയാണ് BJP നേതൃത്വം. ഭാരത് മാത എന്നുള്ള സങ്കല്പത്തോടല്ല ഞങ്ങളുടെ എതിർപ്പ്. അങ്ങനെയുള്ളൊരു ചിത്രം, ഒരു സ്ത്രീ രൂപം വരുന്നതിനല്ല എതിർപ്പ്. കാവിക്കൊടി പാടില്ല, കാവ്യ വസ്ത്രമാണ് അണിയേണ്ടത് എന്നാണെങ്കിൽ അങ്ങനെ കാവ്യ വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഭാരത് മാതയെ കൊണ്ടുവരട്ടെ. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭരണഘടനാനുസൃതമാകണമെന്ന് നിയമമന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിന്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടിനെതിരാണ്. അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിൽ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. രാജ്ഭവനെ RSS കാര്യാലയമാക്കണമെന്ന പിടിവാശിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാരയെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. ഇടുക്കി മൂന്നാറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായ ആക്രമണം. ദേവികുളം തമിഴ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6 വിദ്യാർത്ഥികളെയാണ് ഇന്നും ഇന്നലെയുമായി തെരുവുനായ ആക്രമിച്ചത്. കോഴിക്കോട് ഒളവണ്ണയിൽ പാലക്കാടുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ദേവികുളം തമിഴ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 11, 12 ക്ലാസുകളിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികളെ ഇന്ന് രാവിലെയാണ് തെരുവുനായ ആക്രമിച്ചത്. സ്കൂളുകളിലേക്ക് വരുന്ന വഴിയായിരുന്നു സംഭവം. 2 കുട്ടികൾക്ക് കാലിന് ആഴത്തിലുള്ള മുറിവുണ്ട്. തെരുവുനായയുടെ കടിയേറ്റ 5 പേരെയും ദേവികുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകി. ഇന്നലെ വൈകിട്ട് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റത് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലാണ്. ലോക്ഹാട്ട് സ്വദേശിയായ കുട്ടിയെ അടിമാലിയിലെത്തിച്ചാണ് ചികിത്സ നൽകിയത്. മൂന്നാർ, ദേവികുളം മേഖലകളിൽ തെരുവുനായ ആക്രമണം അതിരൂക്ഷമാണ്. മൂന്നാറിൽ 2 ആഴ്ച മുൻപ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 16 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. കോഴിക്കോട് ഒളവണ്ണയിൽ വീണ്ടും തെരുവുനായ ആക്രമണമുണ്ടായി. പാലക്കാട് തൃത്താല സ്വദേശി നൌഫലിന് കടിയേറ്റു. കൊടിനാട്ടുമുക്ക് അങ്ങാടിയിൽ നിന്നാണ് കടിയേറ്റത്. പരിക്കേറ്റ നൌഫലിനെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ 3.5 വയസ്സുകാരന് കടിയേറ്റിരുന്നു. 24 ഇടുക്കി. തീരദേശ നിരീക്ഷണത്തിനായി പുറപ്പെട്ട കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ കോതമംഗലത്ത് അടിയന്തരമായി ഇറക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഹെലികോപ്റ്റർ ചേലാറുള്ള സെയിന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇറക്കിയത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് കൊച്ചിയിലുള്ള കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ കോതമംഗലത്തിനടുത്തുള്ള ചേലാട് ഡെന്റൽ കോളേജ് ഗ്രൗണ്ടിൽ ഇറക്കിയത്. തീരദേശ നിരീക്ഷണത്തിനായി പുറപ്പെട്ട ഹെലികോപ്റ്റർ പെട്ടെന്നുണ്ടായ മോശം കാലാവസ്ഥയെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി ഇറക്കുകയായിരുന്നു. അരമണിക്കൂറിലേറെ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന ശേഷം കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്നാണ്
നെടുമ്പാശ്ശേരിയിലുള്ള കോസ്റ്റ് ഗാർഡിന്റെ എയർ ഇൻ ക്ലബിലേക്ക് ഹെലികോപ്റ്റർ തിരിച്ചയച്ചത്. സിഗ്നൽ തകരാറിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കിയത് എന്ന വാർത്ത തീരസംരക്ഷണ സേന നിഷേധിച്ചു. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും സുരക്ഷിതമായി തീരസംരക്ഷണ സേനയുടെ കേന്ദ്രത്തിൽ ഹെലികോപ്റ്റർ എത്തിയെന്നും പിന്നീട് വാർത്താക്കുറിപ്പിൽ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. 24 തൊടുപുഴ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.